നിങ്ങളടുത്ത് ഒരു കഥ சொல்லட்டுமா? அதுக்கு முன்னாடி ദേ ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്തപ്പെട്ട എൻ്റെ ഒരു ഫാമിലി എന്നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് റോഡുമ്മലേക്ക് വന്നതാണ്. അപ്പം എനിക്ക് പറയാനുള്ള കഥ എന്താണെന്നറിയോ? മുത്തപ്പൻ്റെ ഒരു അനുഭവ കഥ, ലൈഫിൽ അറിഞ്ഞ് അനുഭവിച്ച ഒരു കഥയാണ്. മുത്തപ്പൻ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പം മുത്തപ്പനെ സ്നേഹിച്ച അല്ലെങ്കിൽ മുത്തപ്പനെ വിശ്വസിച്ചപ്പോഴേക്കും മുത്തപ്പൻ എൻ്റെ ലൈഫിൽ എനിക്ക് നേരിട്ട് തന്ന ഒരു അനുഭവ കഥയാണ് നിങ്ങളടുത്ത് പങ്കുവെക്കാനുള്ളത്. അതിനു മുമ്പായിട്ട് എൻ്റെ ഫാമിലിയെ നിങ്ങളൊന്ന് കാണണം, എന്നാൽ മാത്രമേ ഈ കഥ പറഞ്ഞിട്ടൊരു കാര്യമുള്ളൂ. ചേച്ചിയാണ്, ഫാമിലിയെ മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നതിന് ശേഷം മുത്തപ്പൻ്റെ കഥ എന്താണെന്നുള്ളതും എന്താണ് മുത്തപ്പൻ കാരണം എനിക്ക് അനുഭവം ഉണ്ടായതെന്നും ഒക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതൊരു വിശ്വാസത്തിൻ്റെയും കൂടി കഥയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു വീട്ടിലോട്ട് പോകുന്നത്, ഞാൻ ആദ്യം ഫാമിലിനെ മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം മുത്തപ്പൻ്റെ കഥ പറഞ്ഞു തരാം കേട്ടോ. എന്നോട് കണ്ണന മേടിച്ച ആൾക്കാരാട്ടോ ഇത്. അപ്പൊ കുടുംബം ഒഴിവാക്കിയാലും കണ്ണൻ കാരണം ഒരുപാട് കുടുംബങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. അതേപോലെ ഒരു കുടുംബത്തിന് കയറി വന്നതാണ്. കണ്ടപ്പോ ഒരുപാട് സന്തോഷം. കണ്ണന് ഇവരൊക്കെ ആരുമില്ല എന്നുള്ള തോന്നൽ ഇങ്ങനെയൊക്കെ മാറി കിട്ടാറുണ്ടോ എനിക്ക്. കണ്ണൻ വെച്ചത് ഗുരുവായൂർ അമ്പലത്തിലെല്ലാം കണ്ണന വെച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ നരേന്ദ്രമോദിക്ക് ഗിഫ്റ്റ് കൊടുത്തിന് സ്പെഷ്യൽ കണ്ണന മാത്രമേ വരൂ. ഞാൻ പറഞ്ഞല്ലോ പരിപാടിയായിരുന്നു. അതായത് പിന്നെ 28 ദിവസം ഞാൻ പറഞ്ഞല്ലേ, 28 ദിവസം സർവീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു മെമ്മറീസ് കംപ്ലീറ്റ്. അപ്പൊ ഇതിന്റെ കൂടെ ചെറിയൊരു ബാർ, അതായത് ഒരു മെമ്മറി ഓൺലി. എന്തെങ്കിലും മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഷാജി ചേട്ടൻ, എൻ്റെ ബ്രദറിൻ്റെ കുടുംബത്തെയാണ് നിങ്ങളെ നേരത്തെ കണ്ടത്. അദ്ദേഹം 28 വർഷമായി പട്ടാളത്തിലായിരുന്നു. അദ്ദേഹം മാത്രമല്ല, വൈഫും ആർമിക്കാരത്തിയാണ്. അപ്പം അദ്ദേഹം റിട്ടയേർഡ് ആയിട്ടുണ്ട്. റിട്ടയേർഡ് ആയതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സുകളാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിമായിട്ട് അവിടെ വെച്ചിട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് മൊമെൻറ്റുകൾ അവർ ഒരു ഫ്രെയിമാക്കി വെച്ച് ഒരു ചെറിയൊരു സ്പേസ്, ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ്, ഈ 28 വർഷത്തെ ലൈഫ് അദ്ദേഹം ഒന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വച്ചതാട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് അനീഹരം തന്നെയല്ലേ അറിയാം. എന്നാലും എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ. ഒക്കെ ഓൾമോസ്റ്റ് നല്ല ബ്രാൻഡുകൾ. ഇതൊക്കെ ഞാൻ എന്താ പറയാ, സിനിമയിലും അതൊക്കെ കണ്ടു എന്നല്ലാതെ ഡയറക്റ്റ് ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഇത് സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇത് സംഭവം ഒരു ഓൾമോസിന്റെ ബോട്ടിൽ ഒരു ഇതല്ല. ഫേമസ് മീൻസ് ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അല്ല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയാണ്. അല്ല, എന്നിട്ട് ഞാൻ ചോദിച്ചത് ഫോട്ടോ കിട്ടലില്ല എന്ന് ചോദിച്ചോടെ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായിട്ട് മുത്തപ്പൻകാവ് പോയിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം, അത് നിങ്ങൾക്കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. ഈ കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാനൊരാളെ കാണിച്ചു തരാം, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാം.
ദേ ആ വെള്ളത്തോർത്ത് പൊതിച്ചിരുന്ന ആളെ കണ്ടോ? ആ ആളാണ് മുത്തപ്പൻ്റെ രൂപം കിട്ടുന്ന ആളെന്നെ വന്ന് പരിചയപ്പെട്ടതാണ്. മുത്തപ്പനായതിന് ശേഷം പിന്നീട് എനിക്ക് നിങ്ങളോട് മനസ്സിലാവില്ല, നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അതിനു മുമ്പായിട്ടൊന്ന് വരികയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ 13 വർഷങ്ങൾക്ക് അപ്പുറം എന്ന് പറയണ്ട, 13 വർഷമായി ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ പോവേണ്ട ഒരു അമ്പലമുണ്ട്, അത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താണ്. കാരണം അവിടെ മുത്തപ്പന് ജാതിയും മതവും ഒന്നുമില്ല. മുത്തപ്പൻ ആരെയും സ്വീകരിക്കും. അവിടെ ഒരു വർണ്ണവിവേചനങ്ങളും കാണിക്കാതെ, നിനക്ക് ആരെയും ഭയക്കാതെ, ആരും ഒന്നും ഭയക്കാതെ, ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പേടിക്കാതെ, ഒന്നും ചെയ്യാതെ നിനക്ക് ധൈര്യമായിട്ട് നിൻ്റെ വീടെന്ന പോലെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് മുത്തപ്പൻ്റെ അമ്പലമെന്ന് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അരുണൊക്കെ പല പ്രാവശ്യം ഓർഡറൊക്കെ മുത്തപ്പൻകാവ് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പോവാറുണ്ട്. എൻ്റെ അറിവിൽ ഈ മുത്തപ്പൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞിലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഹിന്ദു മതസ്ഥരുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് മുത്തപ്പന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചടങ്ങ് നടത്തിയിട്ട് എല്ലാവർക്കും അവിടെ കുടിക്കുന്ന ആൾക്കാർക്ക് മദ്യം കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടാവാറുണ്ട്. അത്ര മാത്രമേ എനിക്ക് ഈ മുത്തപ്പനെക്കുറിച്ച് അറിയുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ക്ഷണം വരികയാണ്. ഷാജി ചേട്ടൻ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിന് ആയിട്ട് വിളിച്ചതാണ്. അതേപോലെ സർവീസിൽ നിന്നും പിരിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു എന്താ പറയുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു ചടങ്ങും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഞങ്ങളുടേതായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുമ്പം ഹൈന്ദവരുടെ ചടങ്ങ് എന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഭാഷയിൽ സംസാരിച്ചത്. അപ്പോൾ ഷാജി ചേട്ടൻ്റെ വീടും മുത്തപ്പൻകാവും തമ്മിൽ ഒരു 30 കിലോമീറ്ററിൻ്റെ മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നാളായി പോകാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമല്ലേ എന്ന് കരുതി ഞാൻ അരുണിനോട് പറഞ്ഞു, എനിക്ക് മുത്തപ്പൻകാവ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന്, എന്നോട് ഷാജി ചേട്ടൻ 5 മണിയാകുമ്പോഴാണ് എത്താൻ പറഞ്ഞത്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുത്തപ്പൻകാവ് പോകേണ്ടിയിട്ട്. അന്നാട്ടോ അവിടെ വെള്ളാട്ട് തുടങ്ങുന്നത്. വെള്ളാട്ട് തന്നെയല്ലേ ഉത്സവത്തിന് പറയാം, അങ്ങനെയാട്ടോ ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം വെള്ളാട്ട് തുടങ്ങുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അരുണ് എന്നെ മുത്തപ്പൻകാവിലേക്ക് കൊണ്ടുപോയി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നട അടിച്ച് നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, വിടവ് കൂടെ നോക്കിക്കോ, മുത്തപ്പനെ നിനക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി. ഒരുപാട് മുത്തപ്പൻ്റെ ഫോട്ടോസും ഒക്കെ കാണാറുണ്ട് കേട്ടോ. അതേപോലെയുള്ള ഒരു രൂപത്തെ അവിടെ കണ്ടു, പ്രാർത്ഥിച്ചു. അങ്ങനെ പല സമയത്തായിട്ട് ഞാൻ വീഡിയോസ് കാണാറുണ്ട് മുത്തപ്പനോട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നതായിട്ട്. അത് അവിടെ പോയിട്ടാണോ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പം ഞാൻ അവിടെ പോയിട്ട് കുറച്ച് അറിയാമല്ലോ, ഞാൻ എവിടെ പോയാലും വീഡിയോ എടുക്കും. അപ്പോൾ ഭക്തിയുണ്ട് മനസ്സിൽ പോരെ, വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു ചാനൽ ഉള്ളതുകൊണ്ട് അതിൽ പോസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ മുത്തപ്പൻകാവിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നടന്ന് ഞാൻ പോരും. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഈ മുത്തപ്പൻ്റെ രൂപം കിട്ടിയ ആളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടെ വെള്ളാട്ട് തുടങ്ങുന്ന ദിവസമാണ് അത് എന്നുള്ളത്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താ എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മുത്തപ്പൻ്റെ രൂപം കിട്ടിയതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് വെള്ളാട്ടുള്ള ദിവസമേ നടക്കുള്ളൂ, അത് ഇന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. റീൽസിലൊക്കെ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്നും വീഡിയോ എടുക്കുന്നത് ഞാൻ കാണാറ്. അപ്പം ഞാൻ ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇതെവിടെയാ, എനിക്ക് ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ നമുക്ക് അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. കാറിൽ കയറിയെടുത്തുനിന്ന് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് അവിടേക്ക് പോകാൻ പുറപ്പെട്ടപ്പം അരുണിന് പോരാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് മാറ്റണം എന്ന് പറഞ്ഞു.
പോലീസുകാർ വന്ന് അവർക്ക് അവിടുന്ന് വണ്ടി മാറ്റിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ലേ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എനി ടൈം നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു നീയും മക്കളും പോയിട്ട് വീഡിയോ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ മുത്തപ്പൻകാവിൻ്റെ ഒരു കാര്യം അറിയില്ലേ, മക്കളും ഞാനും ആദ്യമായിട്ടാണ് മുത്തപ്പൻകാവിൽ. അങ്ങനെ ഇരിക്കെ ഞാനും മോനും പോയി ആ സ്ഥലം പോയി. അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ടേ. ബോട്ട് സർവീസിൻ്റെ അടുത്തേക്ക് പോകുന്നിടത്ത് നോക്കിയാലാണ് മുത്തപ്പൻ്റെ അമ്പലം മുഴുവനായിട്ട് കാണുക. അപ്പോൾ അവിടെ പോയിട്ട് ഒരു വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയപ്പം ഉള്ള മുത്തപ്പൻകാവല്ല കേട്ടോ. ഒന്ന് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും ആകെ മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒരുപാട് വിളക്കുകളും ലൈറ്റുകളും കാര്യങ്ങളും ചെണ്ടക്കൊട്ടും ബഹളവും ആൾ കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനും മോനോടും പറഞ്ഞു, അതെന്താ മോനെ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ ഇല്ലല്ലോ, ഇപ്പം എന്താ അവിടെ ഇത്രയും ആൾക്കാർ അത്രയ്ക്ക് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ. അപ്പം പല രീതിയിലും ഞങ്ങൾ അങ്ങോട്ട് എത്തി നോക്കി, കാണാൻ പറ്റുന്നില്ല. അത്രയും മനുഷ്യർ കൂടി നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് റീലൊക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ, ഇതെന്താ സംഭവം എന്നറിയില്ലല്ലോ. അല്ലെ ചോദിക്കണമെങ്കിൽ അരുണ് വേണ്ടീനും, അരുണ് വണ്ടിയിലുമാണ്. എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഭയങ്കര ചെണ്ടകൊട്ടും ആൾ അത്രമേൽ ചുറ്റിലും കൂടി നിൽക്കുന്നുണ്ട്. എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ അവനോട് വന്ന് പറഞ്ഞു, എടാ അങ്ങനെ ഒരു സംഭവമുണ്ട്, അവിടെ ആൾക്കാർ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്, ഭയങ്കര ചെണ്ടകൊട്ടും ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഇന്ന് വെള്ളാട്ട ആണ് അവിടെ, ഇന്ന് അവിടെ ഉത്സവം തുടങ്ങുക, ഉത്സവത്തിന് വെള്ളാട്ട് എന്നെന്തോന്ന് പറയും, ഉത്സവം തുടങ്ങുന്ന ദിവസമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അരുണേ, എനിക്ക് കാണണ്ടീനില്ല മുത്തപ്പന. എല്ലാവരും ഇങ്ങനെ കാണുന്നത് ഞാൻ കാണുന്നുണ്ട്, കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ മുത്തപ്പൻ്റെ രൂപം കെട്ടി ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഇങ്ങോട്ട് തന്നെ അത് കാണണേ കുറച്ച് നല്ല പണി, അവിടെ അത്രയും ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, അതെ നിറച്ചും ആൾക്കാരാണ്, അങ്ങോട്ട് നോക്കിയോ മുത്തപ്പൻകാവിൻ്റെ ഉള്ളിലേക്ക് പോലും കാണുന്നില്ല, അത്രമേൽ ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു, അത് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പം കാണാൻ പറ്റുമായിരിക്കും, ഇങ്ങ് പോരി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം മുത്തപ്പൻ്റെ രൂപം കെട്ടിയത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തോടു കൂടെ കേട്ടോ ഞാൻ അവിടെ നിന്ന് പോരുന്നത്. ഷാജിച്ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇങ്ങനെയാണ് വിളിച്ചത്, വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട്, ഞാൻ റിട്ടയർഡ് ചെയ്തതിൻ്റെ ഒരു ചിലവും കൂടിയാണ്. എന്താണ് ഫങ്ഷൻ എന്നുള്ളതൊന്നും അറിയില്ല. അവിടെ എത്തി ഈ ഞാൻ പറഞ്ഞ ആ വൈറ്റ് തോർത്ത് വിരിച്ച് പൊതിച്ച് നിന്ന ആളാട്ടോ മുത്തപ്പനായി മാറിയത്. അവിടെ വന്നപ്പം ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. മുത്തപ്പനെ കാണാൻ ആഗ്രഹിച്ച ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് എത്ര സമയം നിന്നു എന്നറിയോ. മുത്തപ്പൻ്റെ അലങ്കാരങ്ങൾ തൊട്ടിട്ട് മുത്തപ്പനാവാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങുന്നത് തൊട്ടിട്ട് മുത്തപ്പൻ്റെ മുടി അഴിക്കുന്നത് വരെ എന്നെ മുത്തപ്പൻ കാണിച്ചു തന്നു. എല്ലാ കാര്യങ്ങളും ചമയങ്ങളും എല്ലാം കണ്ടു ഞാൻ. മുത്തപ്പൻ്റെ രൂപം കെട്ടുന്ന ആളാദ്യം എന്നെ വന്ന് പരിചയപ്പെട്ടു. എന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും കണ്ടു ഞാൻ. അതിനുശേഷം മുത്തപ്പൻ്റെ അടുത്ത് ഇതേപോലെ ഇങ്ങനെ നിന്ന് മുത്തപ്പൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റി, ഇത്രയും അടുത്ത് നിൽക്കാൻ പറ്റി. പോരാത്തതിന് മുത്തപ്പൻ എന്നോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പം മുത്തപ്പൻ്റെ രൂപം കെട്ടിയതൊന്ന് കാണാൻ ആഗ്രഹിച്ചപ്പം അത് തുടക്കം തൊട്ട് ചായം തേക്കുന്നത് തൊട്ടിട്ട് മുടി അഴിക്കുന്നത് വരെ മുത്തപ്പൻ എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ അത് മുത്തപ്പൻ കാവെന്നല്ല എന്നേ ഉള്ളൂ, ഇവിടെ വെള്ളാട്ടായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് ഈ വെള്ളാട്ട് എന്താണെന്നുള്ളത് തന്നെ ഞാൻ ഇന്നലെ ആദ്യമായിട്ടാട്ടോ കാണുന്നതും അറിയുന്നതൊക്കെ. വെള്ളാട്ട് ഫുള്ള് ഞാൻ കണ്ടു. എന്നോട് ഷാജിച്ചേട്ടൻ പറഞ്ഞു മുടി അയച്ചതിന് ശേഷം മാത്രമേ ഇനി പോകാവൂ എന്ന് പറഞ്ഞു. അതിന് ശേഷം മാത്രമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടുന്ന് പോരുമ്പം 10:45 5 മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം മുത്തപ്പ രൂപം കെട്ടുന്നത് മുഴുവനവും കണ്ട് ഇത്രയും അടുത്ത് അത്രയും സമയം എനിക്ക് നിൽക്കാൻ പറ്റി, മുത്തപ്പനോട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ടാണ് ഒരാഗ്രഹം ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ
അത് മുത്തപ്പൻ സാധിപ്പിച്ച് തരുമെന്നുള്ളതാണ് എനിക്ക് ഇന്നലത്തോടു കൂടെ ഉണ്ടായ ഒരനുഭവം. ഈ ഒരനുഭവം ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കൂല. കാരണം അത്രമേൽ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഈ രൂപം ഒന്നെനിക്ക് നേരിട്ട് കാണാൻ പറ്റണേ എന്നുള്ളത്. അതിങ്ങനെ എന്താ പറയുക, കാണുന്നോ, ഇത്ര അടുത്ത് നിൽക്കുന്നോ, ഇങ്ങനെ സംസാരിക്കുന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പം മുത്തപ്പന് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നും കൂടി നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഓരോ ആണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ മുത്തപ്പൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് അത്ഭുതമായി പോയത്. എൻ്റേത് മാത്രമല്ല കേട്ടോ, അവിടെ വന്ന ജനങ്ങളുടേതൊക്കെ പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കണ്ട് ശീലമുള്ളതായിരുന്നു. ശരിക്കും അനുഭവിച്ചറിഞ്ഞപ്പോൾ മുത്തപ്പനോട് എന്തോ ഒരു സ്നേഹം. ഇപ്പം ചോദിക്കും കണ്ണനെ വിട്ട് മുത്തപ്പൻ്റെ അടുത്തേക്ക് പോയോന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവരവരെ വിശ്വസിച്ച പോലെ വിശ്വസിച്ച വിശ്വാസത്തിൽ അവിശ്വാസം ഒന്നും മാറി മുത്തപ്പനടുത്തോട് എത്തിയില്ല. ജീവിതമാണ്. പലതും കാണും, പലതും അനുഭവിക്കും, പലതും തരണം ചെയ്ത് മുത്തപ്പൻ അല്ലേ, പലതും തരണം ചെയ്ത് മുത്തപ്പനറിയാം. എന്നാലും ജീവിതമായി പോയോന്നുണ്ട്. എല്ലാത്തും ഉയർത്തെഴുന്നേറ്റ് വരണം അല്ലേ. ശിരസ് കുഴിച്ചു പോറ് അല്ലേ. മിത്രങ്ങളും ഉണ്ടാവും, ശത്രുക്കളും ഉണ്ടാവും. ഇങ്ങനെയാണ് ജീവിതത്തിൽ. മിത്രങ്ങളും ഉണ്ടാവും, ശത്രുക്കളും ഉണ്ടാവും. എന്നാലും നമുക്ക് അല്ലേ അവരവർ ചെയ്യുന്ന കാര്യം സത്യാസത്യം ചെയ്യാം. കേട്ടാ നമുക്ക് കേട്ടാ വിശ്വസിച്ചാളെ മുത്തപ്പൻ ചതിക്കില്ല എവിടെയായാലും. കേട്ടാ ഇവരെ ജീവിതം തന്നിട്ടുണ്ട്. എന്നാലും അവരവരെ കുടുംബത്തോട് അല്ലേ പ്രയാസങ്ങൾ വന്നു വരാതെ ജീവിക്കേണ്ട വൈദ്യുതി ഇനിയുണ്ട്. ആഗ്രഹവും പ്രാർത്ഥനയുണ്ട്. മനോബലവും ദേഹബലവും തരണം അല്ലേ. മനസ്സ് തളർന്നു പറയും, ശരീരം തളർന്നു ഉണ്ട്. ലക്ഷ്യമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതയുണ്ട്. ഒക്കെ നിറവേറ്റണം. ആരും നമ്മൾ ദിവസം പറയിപ്പോതെ സഞ്ചരിച്ച വഴി പിന്നോട്ട് നോക്കണ്ട, മുന്നോട്ട് പോകേണ്ട വഴി മുത്തപ്പൻ കാണിച്ചു തരും. നമുക്ക് ഏതവസ്ഥയിലും മുത്തപ്പനെ വിളിക്കാം. പറയുന്ന വാക്കിലോ ചെയ്യുന്ന പ്രവർത്തനത്തിലോ വിറ്റം വരുത്താം അല്ലേ. എവിടെ എത്തിയാലും നമുക്ക് അല്ലേ ശിരസ് കുറിച്ചു പോകാതെ അല്ലേ. ആയുസ് തരണം, ആരോഗ്യം തരണം. പെട്ടെന്നൊന്നും ചിന്തിച്ച് ചെയ്യാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളൊന്നും നല്ലതാവില്ല, ഗുണത്തിലാവില്ല. അതുകൊണ്ട് പറയുന്നയാള് പലതും പറയും. സത്യാസത്യം അല്ലേ അതുകൊണ്ട് അല്പജീവന ജീവിതമായിട്ട് മുത്തപ്പനെ വിളിച്ചു അനവധി വഴിയിലൂടെ ഇനി സഞ്ചരിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ടില്ല. ഇനിയുണ്ട്. ആഗ്രഹവും പ്രാർത്ഥന ഇനിയുണ്ട്. അയാളെ കണ്ടാൽ ആഗ്രഹിച്ചാൽ അനുഭവിക്കേണ്ട യോഗം നന്ദം അസാധ്യമായിട്ടൊന്നുമില്ല. പരിശ്രമിച്ചാൽ ഫലം കിട്ടാതൊന്നുമില്ല കേട്ടാ. മുത്തപ്പൻ അതിനുള്ള ആശ്രയ സഹായം തന്നപ്പൻ എന്നതെങ്കിലും പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തി മിച്ചം വരുത്താതെ ഓരോരുത്തർക്കും ഓരോ അറിവും കഴിവും ഓരോരുത്തർക്കും ഓരോ അറിവും കഴിവും തന്നിട്ടുണ്ട്. അത് അവസരം എഴുതുമ്പോൾ അതിനെ വിനിയോഗിക്കുക. അന്യ ശ്രീഭാഗത്തിൽ ശിരസ് വഴുകിപ്പോവാതെ കേട്ടാ. സത്യാസത്യം സത്യം നിനക്കറിഞ്ഞൂടെ, നിന്റെ മനസ്സിലറിഞ്ഞൂടെ. കലിയുഗാന്ന് കലാവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുവരും. ചിത്രങ്ങളെക്കാട്ട് കൂടുതൽ ശത്രുക്കളാണ്. എന്നാൽ അതൊക്കെ അടങ്ങും. ഭയപ്പെടണ്ട. അതൊക്കെ കേട്ടാ. ഒരു പാദം മുന്നോട്ട് വെക്കുമ്പോൾ രണ്ട് പാദം പിന്നോട്ട് വെക്കണ്ട. മുന്നോട്ടിന്റെ പോണ്ട വഴി മുത്തപ്പൻ കാണിച്ചു തന്നെ. മനസ്സ് പ്രയാസപ്പെട്ടു, ശരീരത്തെ ബുദ്ധിമുട്ട് പോകാതെ ഏത് വന്നാലും തരണം ചെയ്യേണ്ട വഴിയാന്നില്ല. അതാ പറഞ്ഞ മുത്തപ്പൻ കേട്ടാ. അവസ്ഥകൾ മനുഷ്യ ജീവിതത്തിൽ പല അവസ്ഥകളുണ്ടാവും. സ്വജീവി കുടുംബ ജീവിതത്തിലായാലും പ്രവൃത്തിയിലായാലും പല അവസ്ഥകളുണ്ടാവും. ഇതുവരെയുള്ള തരണം ചെയ്ത് വരാനിരിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടിപ്പോയി ശിരസ് പണങ്ങിപ്പോകാതെ കൊണ്ടും നമുക്ക് മുത്തപ്പന എല്ലാത്തിലും വഴി കാണിക്കുന്നു. എവിടെയാലും ഇവിടെ വരാനും മുത്തപ്പനെ കാണാനായില്ല കേട്ടാ. അല്ല ഒരു തവണ കണ്ടാല് ഒപ്പം മനസ്സിലുണ്ടാവില്ല നമുക്ക് കേട്ടാ. ഏതവസ്ഥയിലും ഏത് കാര്യത്തിലും കേട്ടാ പ്രയാസങ്ങൾ സന്തോഷത്തിലും സങ്കടത്തിലും മുത്തപ്പനെ വിളിച്ചോ നമുക്ക് കേട്ടാ. യഥാസമയത്ത് കൊടുന്ന് പ്രതിവിധം പരിഹാരം കൽപ്പിച്ചിട്ട് ഇവിടെ ഉണ്ടായപ്പോരെ രക്ഷിക്കും കേട്ടാ. മുത്തപ്പനെ അയ്യപ്പനെ കൂടി കാണാൻ ഭാവിച്ചിട്ടുണ്ടല്ലോ. ശിരസിലെടുത്താലും കരത്തിലെടുത്താലും അത് നന്ദിയോടെ മുന്നോട്ട് പോകും.
കേട്ടോ. പലതും തരണം ചെയ്യുന്നുണ്ട്. മുത്തപ്പൻ അറിയാത്തൊന്നുമില്ല. ഇല്ല, മുത്തപ്പനെ കണ്ടല്ലോ, എല്ലാത്തിനും വഴി കാണിച്ച നമ്പറും കേട്ടോ. മുത്തപ്പാന്ന് വിളിച്ച് മുന്നോട്ട് പോകും കേട്ടോ. താമസവും തടസ്സവും നീക്കി ചെന്നതിക്കിലോ പറയുന്ന വാക്കിലോ ചെയ്യുന്ന പ്രവർത്തനത്തോ വിഘ്നം വന്നു പോകാതെ അല്ലേ. എല്ലാ സമയത്തും ഏതോ ചെന്ന മുടന്ന് സാരമായിട്ട് മുത്തപ്പനുണ്ടാവും. അലഞ്ഞു പോയില്ല, കൈയെടുത്തോ ആ കാലകാലനാ. കേട്ടല്ലോ നിങ്ങൾ, മുത്തപ്പൻ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൂടെ ഉണ്ടാവുമെന്നുള്ളൊരു വാക്കും തന്നു. അങ്ങനൊരു വാക്ക് തരാനാണ് ഇപ്പോഴത്തെ കാലത്ത് ആരും ഇല്ലാത്തത്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റൂല. അങ്ങനെ അതും കഴിഞ്ഞു. മുത്തപ്പൻ മുടി അയക്കുന്ന ഒരു രംഗങ്ങളിലേക്കാട്ടോ പോകുന്നത്. അപ്പം എനിക്ക് ആറാട്ട് മുഴുവനായിട്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ എനിക്ക് കാണാനും പറ്റി. മുത്തപ്പൻ്റെ അടുത്ത് ഒരുപാട് നേരം നിൽക്കാനും പറ്റി. എല്ലാം എനിക്ക് കാണാൻ പറ്റി. ആഗ്രഹത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്രമേൽ ആത്മാർത്ഥതയോടുകൂടെയാണോ അത് നമുക്ക് സാധിപ്പിച്ച് തരും എന്നുള്ളത് മനസ്സിലായൊരു ദിവസം. ഷാജി ചേട്ടൻ കാരണം എനിക്കുണ്ടായി. എനിക്കൊരു കുടുംബത്തെയും കൂടി കിട്ടി. ബന്ധുക്കൾ, സ്വന്തം ബന്ധുക്കൾ ഒഴിവാക്കിയാൽ എന്താ, ഇതേപോലെ കണ്ണും കാരണം ഒരുപാട് കുടുംബങ്ങൾ എനിക്കുണ്ട്. കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഞാനിതിൽ പങ്കുവെക്കാം. എനിക്ക് മുത്തപ്പൻ്റെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് പങ്കുവെക്കാമെന്ന് കരുതിയത് കൊണ്ടാട്ടോ ആ വിശേഷങ്ങളൊന്നും ഞാൻ ഇടയ്ക്ക് കാണിക്കാതിരുന്നത്. അപ്പം എനിക്കെൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. എൻ്റെ മോള് ഇന്നലെ മുത്തപ്പനോട് പറഞ്ഞ് കരഞ്ഞു കേട്ടോ. കാരണം ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവളടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളും ആദ്യമായിട്ടാണ് മുത്തപ്പനെ കാണുന്നത്. അപ്പം മുത്തപ്പൻ അവളുടെ കൈ പിടിച്ചപ്പോഴേക്കോ അവളോട് ഓരോരോ കാര്യം പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വിഷമം വന്നു. ഭയങ്കരമായിട്ട് അവൾ കരഞ്ഞു. കൂടെ ഞാനും കേട്ടോ. ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് മുത്തപ്പ, മുത്തപ്പനെ എന്നില്ല, ഇങ്ങനത്തെ ഒരു മത ചടങ്ങിന് തന്നെ പങ്കെടുക്കുന്നത് അവൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അതും പറഞ്ഞു, എല്ലാ വിഷമങ്ങളും അവിടെ പറഞ്ഞു. അങ്ങനെ ഇതേ അവസാനത്തെ കാഴ്ചയാണിത്. എന്നുവെച്ചാൽ ഇതാണ് പോലും നമ്മൾ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്ന് ഷാജി ചേട്ടൻ പറഞ്ഞു കേട്ടോ. മുടി അയക്കുന്ന രംഗം കാണണം എന്നുള്ളത്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരം ഞാനവിടെ കാത്തു നിന്നത്. അങ്ങനെ ആ ഒരു കാഴ്ചയും കൂടിയും എനിക്ക് മുത്തപ്പൻ കാണിച്ചു തന്നു. മുത്തപ്പ രൂപം കെട്ടിയിട്ട് മുത്തപ്പനായിട്ട് മാറിയിട്ട് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് മുടി അയക്കുന്ന രംഗവും ഞാൻ കണ്ടു. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഇനി കാണാനുള്ള ഭാഗ്യമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം, ഇങ്ങനൊരു ആഗ്രഹം ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും മുത്തപ്പൻ എനിക്കത് സാധിപ്പിച്ച് തന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുമ്പം നിങ്ങൾക്കും പലർക്കും ഇത് ചിലപ്പോൾ തമാശയായിരിക്കും, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾക്ക്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡേ വെക്കുന്നില്ല. ഞാൻ ആരെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഒരു മതവിഭാഗത്തിലുള്ള ഒരാളെയും ചെറുതായിട്ട് കാണരുത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവച്ചു എന്നേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഹൈന്ദവർക്കാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോഴേക്കും അല്ലെ വിചാരിച്ചപ്പോഴേക്കും ആ ദിവസം തീരുമ്പോഴേക്കും ആ ആഗ്രഹം ഇങ്ങനെ സാധിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എൻ്റെ ലൈഫിലെ നല്ല ബെസ്റ്റ് മൂമെൻ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി പങ്കുവെക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഫാമിലിനെ എല്ലാവരെയും ഒന്ന് കാണാം. ഭക്ഷണം കഴിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടേക്കാം കേട്ടോ. ഇതാണ് വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. അപ്പം അതും കൂടി ഒന്ന് നമ്മൾ കാണിച്ചു തരണമല്ലോ. അപ്പോൾ പിന്നെ പുറത്തത് കണ്ട ഇനി അകത്തേക്കും കൂടി ഒന്ന് കാണണ്ടേ, അതും കാണിച്ചു തരാം. വന്നിട്ട് വീട് കണ്ടിട്ടില്ല, ഒന്ന് വീട് കണ്ടിട്ട് വരാം കേട്ടോ. ഒരു ബെഡ്റൂം ഇതാ.
ഞാനൊന്ന് സുന്ദരിയാവട്ടെ. പോണത് ഇനി എൻ്റെ ജാരനാന്ന് പറയണ്ട കേട്ടോ. വിത്ത് വാഷ്റൂം ആണ്. ഭയങ്കര സ്പേസബിൾ ആട്ടോ വാഷ്റൂം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് അടുത്തത് ആള് താഴെയുള്ള എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാള് ഒന്നും ഒരു സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനി എപ്പോ എയറിൽ നിൽക്കുന്ന എയറിൽ കണ്ടു പരിചയമുണ്ടോ? എപ്പി കണ്ടിട്ടില്ല. ജസ്ന സലീം ഗുരുവായൂർ കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞുള്ള വിഷയം കേട്ടില്ല. തട്ടമിടാത്തതിന്റെ പ്രശ്നം ആർക്കും മനസ്സിലാവാം. ആദ്യം താഴെ കാണിച്ചിട്ടാ പിന്നെ എല്ലാവരും മുകളിൽ കാണിക്കുന്നത്. അപ്പോൾ താഴെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കാണിച്ചതിന് ശേഷം താഴെ കാണിക്കുക. എവിടെ ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു ബെഡ്റൂമാണ് വിത്ത് വാഷ്റൂം. വേണ്ട, ഇവിടുന്ന് നീ അങ്ങനെ ഇരിക്കണ്ട. ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കാണിച്ചിട്ടുണ്ടേ. നിങ്ങളെല്ലാവരും കണ്ടാൽ ഞെട്ടും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷേ എല്ലാ സാധനവും കിട്ടും. എന്ത് പക്കം ഒരേ സാധനമുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചെടുത്ത് നേരെ മുകളിൽ കാണിച്ചെടുത്ത് 65 ഉണ്ടാക്കിയതാ. ആളൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് ആയതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ മിലിറ്ററി സമയത്തുണ്ടായ ഓർമ്മകൾ ഒരു സ്പേസ് ആക്കി വെച്ചതാണ്. അപ്പം മിലിറ്ററി എന്ന് പറയുമ്പം കോട്ട എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാലോ. ആള് ആൽക്കഹോളിക് അല്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടൊരു ചെറിയൊരു സ്പേസ് ഇതൊരു വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ടാണല്ലേ. ഇനി ബാക്കിയും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇങ്ങോട്ടേ സംസാരിച്ചു. പിന്നെ മുത്തപ്പൻ ഇതാക്കുന്ന കണ്ണനതി. പിന്നെ വരുന്നത് കിച്ചണാണ്. കിച്ചണിലൊക്കെ ഭയങ്കര പത്ര, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഇന്ന് അങ്ങോട്ടൊന്ന് കാണിച്ചാൽ മതി. എന്താ പിന്നെ ഒരു ലിവിങ് ആണ്. ഇതൊക്കെ ഇവിടുത്തെ മകൾ വരച്ച ഫോട്ടോസ് ആട്ടോ. അത് കഴിഞ്ഞ് മുത്തപ്പന അവരുടെ ഏതൊരു ബന്ധുണ്ടാക്കിയതാണ്. പിന്നെ വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലേക്ക് തന്നെ പോകാം. പണ്ടത്തെ പോലെ മാറി അല്ലേ. സിറ്റ് ഔട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ.
ചായ സൽക്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു മുത്ത് മുതലിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഷാജി ചേട്ടൻ്റെ അമ്മ എന്നോട് അമ്മയാക്കി കണക്കാക്കണേന്ന് പറഞ്ഞതാണ്. അപ്പം ഈ ഒരു മുതലിന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്നോട് പോകുമ്പം ചോദിച്ചു എന്നെ മറന്നു പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മറന്നു പോകുമോ എന്നുള്ളതൊന്ന് ആലോചിക്കട്ടെ എന്ന്. എന്നാൽ പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, എങ്ങനെ അറിയിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കത്ത് എഴുതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ കത്ത് എഴുതണ്ട, അതൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിലേക്ക് തന്നെ പോകാം, വാട്സപ്പ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചായ സൽക്കാരത്തിലേക്ക് പോവാം. ഇതെനിക്ക് തോന്നുന്നത് കണ്ണൂർ സ്പെഷ്യലാണ്. അന്ന് അങ്ങനല്ല. ചായ കുടിച്ചിട്ട് അവിടെ ചെയ്യുന്ന തുടങ്ങുന്നതിന് കണ്ടില്ല. അവരെ മേക്കപ്പ് കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലേ. ഞാനേ ഉണ്ണിയായപ്പം കഴിച്ചതാ. ഉണ്ണിയപ്പം നീയോ? നല്ല ടേസ്റ്റ്. നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റ്. ഉമ്മ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ആ ഒരു ടേസ്റ്റ് അല്ലത്. നല്ല സോഫ്റ്റ്. പിന്നെ അവിടെ നിന്ന് ഓരോരുത്തരെ കാണുകയായി, പരിചയപ്പെടുകയായി, ഫോട്ടോ എടുക്കുകയായി, അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളാട്ടോ ഉള്ളത്. ഇത് ഷാജി ചേട്ടന് പെങ്ങളാണ്. ദേ നോക്കിയേ ആരാ നിൽക്കുന്നതെന്ന്. ഈ ആശാൻ കാരണമാണ് ഞാനിവിടെ വരെ എത്തിപ്പെട്ടത്. എവിടെ പോയി കണ്ണനെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷാട്ടോ. ഇപ്പം കമൻ്റ് ഇടും, എന്തിനാ നിങ്ങൾ വെറുതെ അവളോട് ഫോട്ടോ വാങ്ങിയത്, വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടൂ. അതൊക്കെ കണ്ട് തന്നെയാണ് എന്നെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നത്. നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമൻ്റാണേ എനിക്ക് പോസിറ്റീവായിട്ട് വരുന്നത്. പുരിയുമാ ദേ ഇതൊക്കെ എന്നെ വെറുക്കപ്പെടുന്ന ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്നെ വെറുക്കുന്ന ആൾക്കാരല്ല കേട്ടോ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നേ. അത് ഞാൻ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. ഞാൻ എന്നെ വെറുക്കപ്പെടുന്ന ആൾക്കാരെ മാത്രമേ നോക്കുന്നുള്ളൂ, എന്നെ സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരെ ഞാൻ നോക്കുന്നില്ല. അവർക്ക് ഞാൻ എന്തെങ്കിലും ആയിപ്പോയാൽ അവർ കരയും, അവർ വിഷമിക്കുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പലരും എന്നോട് പറഞ്ഞു തന്നു, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ഈ ഭൂമിയിൽ, എന്തുകൊണ്ട് ഞാനത് ഓർക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ അറിയാതെ ഞാൻ തന്നെ ചിന്തിച്ചു പോയത്. ഇത് ദേ എൻ്റെ അനിയനും അനിയത്തിയുമാണ്, എൻ്റെ ഷാജി ചേട്ടൻ്റെ മക്കൾ. അപ്പോൾ അനിയത്തിക്കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു മോളെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. പലരുടെയും ചിന്താഗതി ഞാൻ മോളോടും പറഞ്ഞിട്ടുണ്ട്, പലരുടെയും ചിന്താഗതിയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാടക്ക് തന്നെ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം കിട്ടും എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ട്. അതൊക്കെ ചുമ്മാതാട്ടോ, വെറുതെയാണ്. അപ്പോൾ ഇനി നമുക്ക് കലവറയിലേക്കൊന്ന് പോയാലോ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, വെജ് നോൺ വെജ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ഫുൾ ടീമാണ്. പിന്നെ ഇത് പാചകപ്പുറ നമ്മളെ അനിയൻ്റെ നമ്മളല്ലേ ബിജു എന്ന് പറഞ്ഞില്ല, അവരുടെ ടീം കംപ്ലീറ്റ്. അതെ കാണുന്നുണ്ടല്ലേ, ഏറിൽ നിൽക്കുന്നത് കാണുന്നു, താഴെ നോക്കിയാൽ കാണൂല കേട്ടോ. ഞാൻ കലവറ വിശേഷങ്ങൾ കണ്ടല്ലോ, ഇനി പിന്നെ എന്തിനു നോക്കി നിൽക്കണം, നമുക്ക് ഫുഡടി തുടങ്ങിയാലോ. ഞാൻ തിന്നാൻ മാത്രമാണ് വായി തുറക്കുന്നതെന്ന് പറയുന്ന ചില ലവന്മാരുണ്ട്, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
എന്റെ ഭാഷ കേട്ടിട്ട് കണ്ണൂരിയാൻ തോന്നുന്നു. എയറിൽ കയറ്റാൻ എനിക്ക് നല്ല താല്പര്യ. ആരെ കാണിക്കണ്ടേ? ചെല്ലേ ചെല്ലേ. ഇത്രയൊന്നും വേണ്ട. ഇത്രയൊന്നും കഴിക്കാനാവില്ല. സമയം ഓക്കെ ഓക്കെടാ. എടാ കൊണ്ട് ഫോൺ നീ ചാർജിലിടും. എന്റെ ഉണ്ടോ ചാർജർ? ഇതാണ് ഗൈസിനെ കൂട്ടാതെ കഴിക്കുന്നത് കണ്ടോ ഗൈസ്? സ്വാമിക്ക് സ്പെഷ്യൽ ആയിട്ട് നെയ്യപ്പവും പഴവും അതെന്താ ചായ പായസം. പായസം. സ്വാമി ഉച്ചക്ക് ചോറുള്ളത് കൊണ്ട് ഇപ്പൊ ചോറ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഷാജി ചേട്ടനോടും വൈഫിനോടും മക്കളോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞു, വണ്ടി കയറി. അതൊക്കെ ഒന്ന് എടുക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ ഇറങ്ങിയ സമയത്താണ് കുറേ ചേട്ടന്മാർ യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കണ്ണൂരിലേക്ക് പോകാനുള്ളപ്പം എനിക്ക് പോകാനിതേ ഒരു വീടും കൂടി തന്നു കണ്ണൻ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ദേ ഞാനിങ്ങ് പോന്നു കേട്ടോ. അതെ, ഒരു സിനിമ ഉണ്ടല്ലോ, എന്താ മോനെ, അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ അല്ലേ, അതിൽ പിഷാരടിൻ്റെ ഒരു എൻട്രി ഇല്ലേ, ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടിട്ട് പിഷാരടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാന്ന് ചോദിച്ചാൽ അത് ദേ ഈ ഞാനാണ്. ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് നിൽക്കുക. ഞാനൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങളൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ സെലിബ്രിറ്റി എന്ന് പറയുന്നതെന്ന്. ഞാനിവിടെ സെലിബ്രിറ്റി ആവണ്ടേ, അപ്പം എന്താക്കി ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോകുന്നത്. അല്ലാതെ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ പിഷാരടി കഴിഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോയ ആളിഞ്ഞ ഇല്ലുണ്ട്. നേഴ്സ് എന്നോട് ചോദിച്ച് കല്യാണത്തിനങ്ങാൻ പോയിട്ട് വരികയാണ്. ഞാൻ പറഞ്ഞല്ല, എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്ത് വരികയാണ് എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, അതും നട്ടപ്പാതിര 1:30 സമയം കേട്ടോ. അപ്പോൾ ആ പാർട്ടി വെയർ ഇട്ട് ഹോസ്പിറ്റലിൽ ഒരാൾ വരുന്നത്, ആരാ ചിരിക്കാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. മുഖത്ത് നല്ല ക്ഷീണം കാണും, കാരണം ട്രാവൽ ചെയ്തല്ലേ, രാവിലെ പോയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അവിടെ എത്തുകയെന്നറിയില്ല. സമയം 2 അയ്യോ എൻ്റെ പിള്ളേരുടെ ഫോട്ടോ ഉണ്ട് ഫോണിൽ, 2:09 പുലർച്ചെ. അതാ ഓ കാണിച്ചു തന്നെ. ഇപ്പോൾ 2:09 ഏകദേശം തീരാനായിട്ടുണ്ട്. തീർന്നാൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറി മാത്രം മതി കേട്ടോ. തെറി അയക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളതേ അയക്കുള്ളൂ. അപ്പോൾ ഏതായാലും ബൈ പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ജസ്ന സലീം.